ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന പല്ലവി രവീന്ദ്രൻ എന്ന യുവതിയുടെ അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണ് ഉയരെ എന്ന മലയാള സിനിമ പറയുന്നത്. ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്ന പല്ലവി രവീന്ദ്രൻ തളർന്നു പോകാതെ തന്റെ സ്വപ്നമായ ആകാശത്തേക്ക് വീണ്ടും പറന്നുയരാൻ നടത്തുന്ന ധീരമായ പോരാട്ടമാണ് ചിത്രത്തിന്റെ മൊത്തം കഥ. ഒരിക്കലെങ്കിലും ഒരു വിമാനം പറത്തുക എന്ന തന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന പല്ലവിയുടെ വിജയത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം പല്ലവിയുടെയും മറ്റുള്ളവരുടെയും ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. പല്ലവി ഇപ്പോഴൊരു മാധ്യമ പ്രവർത്തകയാണ്. എയർ ഹോസ്റ്റസ് തൊഴിൽ എന്നേക്കുമായി ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങിയ പല്ലവി ഡിസ്റ്റൻസായി ജേർണലിസം പഠിക്കുകയും ജേർണലിസത്തിൽ PG സ്വന്തമാക്കുകയും ചെയ്തു. എല്ലാത്തിനും പല്ലവിക്ക് വേണ്ട സകല പിന്തുണയും നൽകിയത് അവളുടെ അച്ഛൻ രവീന്ദ്രനാണ്. സഹോദരിയും വിശാൽ രാജശേഖരനുമായി ഇന്നും പല്ലവിക്ക് നല്ലൊരു സൗഹൃദമുണ്ട്. ഇടയ്ക്കൊക്കെ അയാൾ അവളെ വിളിക്കും. അവർ പരസ്പരം വിശേഷങ്ങളെല്ലാം പങ്കുവെക്കും. അതിനിടയിൽ വിശാലിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞിരുന്നു. നടാഷ എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു അത്. പക്ഷേ ആ ദാമ്പത്യം അത്ര സന്തോഷകരമായ ഒന്നായിരുന്നില്ല. എന്തോ വിശാലിന്റെ അപക്വമായ പെരുമാറ്റവും നടാഷയുടെ ജീവിതത്തോടുള്ള പക്വമായ കാഴ്ചപ്പാടും തമ്മിൽ ഒത്തുപോകാൻ പ്രയാസമാണ് എന്നത് തന്നെയാണ് കാര്യം. എങ്കിലും ഒരു തരം അഡ്ജസ്റ്റ്മെന്റിൽ ആ ദാമ്പത്യം മുൻപോട്ട് പോകുന്നുണ്ട്. ജേർണലിസം പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ വിശാൽ പല്ലവിക്ക് നല്ലൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ഓഫർ ചെയ്തെങ്കിലും ആ ഓഫർ പല്ലവി സ്വീകരിച്ചില്ല. സ്വതവേ അത്യാവശ്യം നല്ല ആത്മാഭിമാനിയായ പല്ലവി അത്തരമൊരു ഓഫർ വിശാലിൽ നിന്ന് സ്വീകരിക്കുകയുമില്ലായിരുന്നു. സ്വന്തം കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ടൗണിലെ ഏറ്റവും മികച്ചൊരു മാധ്യമ സ്ഥാപനത്തിൽ പല്ലവി ജോലിക്ക് കയറിയത്. ജോലി കിട്ടിയ അന്ന് പല്ലവിയെ അവളുടെ കൂട്ടുകാരി സരിയോ ഡിക്കോസ്റ്റ വിളിച്ചിരുന്നു. പൈലറ്റായി ജോലി ചെയ്യുന്ന സരിയോ ഡിക്കോസ്റ്റ പല്ലവിയോടൊപ്പം പറയുകയും ചെയ്തു, നിന്നെ പോലൊരു മിടുക്കിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ വേറെ കണ്ടിട്ടില്ല. സോ നീ ജേർണലിസം ഫീൽഡിൽ ഏറ്റവും മികച്ചൊരു ജേർണലിസ്റ്റായി മാറുമെന്ന്. സരിയോ ഡിക്കോസ്റ്റ പറഞ്ഞ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പല്ലവിയെ സന്തോഷിപ്പിച്ചിരുന്നു. എന്നാൽ മകളെ വീട് വിട്ട് ദൂരേക്ക് പറഞ്ഞുവിടാൻ അച്ഛൻ രവീന്ദ്രന് ഭയമായിരുന്നു. ഗോവിന്ദ് ഇനിയും തന്റെ മകളെ ഉപദ്രവിച്ചേക്കുമോ എന്ന ഭയം അയാളെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഗോവിന്ദനെ പറ്റിയുള്ള യാതൊരു വിവരവും രവീന്ദ്രനില്ലായിരുന്നു. ഗോവിന്ദ് എന്ന ഓർമ്മ പോലും തനിക്കിനി ആവശ്യമില്ലെന്നും പറഞ്ഞാണ് പല്ലവി ആ കേസിൽ നിന്ന് പോലും പിന്മാറിയത്. മകൾ അങ്ങനൊരു നിർബന്ധം മുൻപോട്ട് വെച്ചപ്പോൾ രവീന്ദ്രനും അവളെ തടുക്കാൻ നിന്നില്ല. എന്നാൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദ് ഉടൻ തന്നെ നാടും വീടും വിട്ടുപോയി എന്ന കഥയാണ് രവീന്ദ്രൻ കേട്ടത്. അയാൾ കേട്ടതിൽ കൂടുതലായൊന്നും ഗോവിന്ദിനെ പറ്റി അന്വേഷിക്കാൻ പോയില്ല. അതിന്റെ ആവശ്യമില്ലെന്നും അയാൾക്ക് തോന്നി. എന്നാൽ ഇപ്പോൾ പല്ലവി ജോലിക്കായി ടൗണിലൊരു ഫ്ലാറ്റ് എടുത്ത് മാറുമ്പോൾ രവീന്ദ്രന് പേടിയുണ്ട്. ആ നഗരത്തിൽ ഗോവിന്ദ് ഉണ്ടാകുമോ എന്നും അവൻ തന്റെ മകളെ ഉപദ്രവിക്കുമോ എന്നും. പക്ഷേ അച്ഛൻ ഇനിയും തന്നെ ഓർത്ത് ഭയക്കേണ്ടെന്നും ഗോവിന്ദ് തന്നെ ഇനി ഒന്നും ചെയ്യില്ലെന്നുമുള്ള ഉറപ്പ് പല്ലവി രവീന്ദ്രന് നൽകുന്നു. അങ്ങനെയാണ് പല്ലവി ടൗണിലെ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത്. ടൗണിലേക്ക് താമസം മാറുകയും ഓഫീസിൽ ജോലിക്ക് പോവേണ്ടി വരികയും ചെയ്യുന്ന പല്ലവി എളുപ്പത്തിൽ തന്നെ ആ സ്ഥലവുമായി വല്ലാണ്ട് അടുക്കുന്നു. ലോകവും മനുഷ്യരും കുറെ കൂടി പ്രോഗ്രസീവായി തുടങ്ങിയത് കൊണ്ടാകാം ആർക്കും പല്ലവിയുടെ മുഖത്തെ പറ്റി കാര്യമായ ആവലാതി ഒന്നുമില്ലായിരുന്നു. ആരും തന്നെ അവളുടെ മുഖത്തെ പറ്റി അസ്വസ്ഥത കാണിച്ചതുമില്ല. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായാണ് പല്ലവിയുടെ ഫ്ലാറ്റിൽ വിശാൽ വരുന്നത്. നടാഷയുമായി താൻ വേർപിരിയാൻ പോവുകയാണ് എന്ന കാര്യം പറയാനാണ് വിശാൽ അവിടം വരെ അവളെ കാണാനായി വന്നത്. അയാളുടെ ഏറ്റവും വലിയ സുഹൃത്തും അവളാണ്. വിശാലിന്റെ കാര്യങ്ങൾ കേട്ട പല്ലവി അയാളോട് ഒന്നേ പറഞ്ഞുള്ളൂ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബന്ധം വേണ്ടെന്ന് വെക്കുക. അത് തുറന്നു പറഞ്ഞ് രണ്ടാളും മൂവ് ഓൺ ആവുക. അല്ലാതെ അനാവശ്യ ബാഗേജുകൾ കൊണ്ടു നടന്ന് പരസ്പരം ഗ്രഡ്ജ് ഉണ്ടാക്കുന്ന അവസ്ഥ വരേക്കും പോകരുത് എന്ന്. അത് തന്നെയാണ് തന്റെയും പ്ലാൻ എന്നാണ് വിശാൽ ആ നിമിഷത്തിൽ പല്ലവിയോട് പറയുന്നത്. അങ്ങനെ അവളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശാൽ സന്തോഷത്തോടെ പുതിയ തീരുമാനവുമായാണ് കാർ എടുത്തു പോകുന്നത്. തിരികെ കാറിൽ പോകുന്നതിനിടയ്ക്കാണ് ഏതാനും മിനിറ്റുകൾക്കിടയിൽ വിശാലിന് പെട്ടെന്ന് പല്ലവിയുടെ ഒരു കോൾ വരുന്നത്. കോൾ എടുക്കുന്ന അയാളോട് പല്ലവി ധൃതിയിൽ പറയുന്നു, വിശാൽ ഒന്നിങ്ങോട്ട് തിരിച്ചു വരൂ എന്ന്. എന്താണ് കാര്യമെന്ന് അയാൾ ചോദിക്കുന്നെങ്കിലും ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന പല്ലവിക്ക് കാരണം പറയാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കുന്ന വിശാൽ തിരികെ കാറുമായി പല്ലവിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഫ്ലാറ്റിന്റെ താഴെ എത്തുന്ന വിശാൽ അവിടെയുള്ള ആൾക്കൂട്ടം കണ്ട് അമ്പരക്കുന്നു. എന്താണ് കാര്യമെന്നറിയാതെ നോക്കുന്ന അയാൾ പതിയെ പല്ലവിയുടെ ഫ്ലാറ്റിലേക്ക് ലിഫ്റ്റ് കയറുന്നു.
പുറത്തു നിന്നുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട പല്ലവി ഓടി വന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വിശാലിനെ കാണുന്നു. എന്തുപറ്റി, എന്താണ് താഴെയൊരു ആൾക്കൂട്ടം എന്ന് അയാൾ ചോദിക്കുമ്പോൾ പരിഭ്രമത്തോടെ പല്ലവി പറയുന്നു, വിശാൽ പോയി ഒരു 10 മിനിറ്റ് കഴിയും മുൻപേ തന്നെ ഫ്ളാറ്റിന്റെ 14ാമത്തെ നിലയിൽ നിന്നൊരാൾ താഴേക്ക് ചാടി. ശബ്ദവും ബഹളവും കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. പക്ഷേ അത് ഗോവിന്ദായിരുന്നു വിശാൽ എന്ന്. അത് കേട്ട വിശാൽ ഞെട്ടുന്നു. ഗോവിന്ദ്, അയാൾ എങ്ങനെ, അയാൾ എന്തിന് എന്നിങ്ങനെ പലതരം ചിന്തകളാണ് അപ്പോൾ അയാളുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ വിശാൽ ഒന്നും ചോദിച്ചില്ല. പല്ലവിക്ക് അപ്പോൾ ഉണ്ടായിരുന്നത് ഗോവിന്ദിനോടുള്ള ഭയമോ സ്നേഹമോ ഗോവിന്ദിനെ കുറിച്ചോർത്തുള്ള വിഷമമോ ഒന്നുമല്ലായിരുന്നു എന്ന് വിശാലിന് അറിയാമായിരുന്നു. പക്ഷേ അവൾ അപ്പോൾ അസ്വസ്ഥയായിരുന്നു. വിശാൽ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമോ എന്നവൾ അയാളോട് ചോദിക്കുന്നതും അങ്ങനെയാണ്. അതിന് വിശാൽ നോ പറഞ്ഞില്ല. അയാൾ അന്ന് അവിടം തങ്ങി. അന്ന് മാത്രമല്ല, ആത്മഹത്യക്ക് ശ്രമിച്ച ഗോവിന്ദ് മരണപ്പെട്ടു എന്നറിഞ്ഞ ശേഷമുള്ള 2 ദിവസങ്ങൾ കൂടി അയാൾ അവൾക്കൊപ്പം നിന്നു. ഗോവിന്ദിന്റെ മരണം പല്ലവിയെ വേദനിപ്പിച്ചുവോ, അവളെ തകർത്തുവോ? വിശാലിനൊന്നും മനസ്സിലായില്ല. ഒറ്റ കാഴ്ചയ്ക്ക് പല്ലവി നോർമൽ ആയിരുന്നു. പതിവ് പോലെ അവൾ ജോലിക്ക് പോയി, ഫ്ളാറ്റിൽ വന്നു, വിശാലിനൊപ്പം ഔട്ടിങ്ങിന് പോയി. പക്ഷെ അവളോട് ഗോവിന്ദുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചോദിക്കാൻ വിശാലിന് ധൈര്യം വന്നില്ല. ഗോവിന്ദ് മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അക്കാര്യത്തെ പറ്റി പല്ലവി അവളുടെ അച്ഛനോട് പോലും സംസാരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം വിശാലിനോട് പല്ലവി ഒരു സഹായം ചോദിക്കുന്നു. നമുക്ക് ഗോവിന്ദിന്റെ ഫ്ളാറ്റ് വരെ ഒന്ന് പോയി അയാളുടെ പാരന്റ്സിനെ കണ്ടാലോ എന്ന്. വിശാൽ സമ്മതിച്ചു. അങ്ങനെയാണ് തൊട്ടു താഴെയുള്ള അയാളുടെ ഫ്ളാറ്റ് മുറിയിലേക്ക് അവർ പോകുന്നത്. ഗോവിന്ദിന്റെ ഫ്ളാറ്റിൽ ചെല്ലുമ്പോൾ അവിടെ അയാളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ ഒരു മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ആ മാതാപിതാക്കൾ തകർന്നിരുന്നു. പല്ലവിയെ കണ്ടപ്പോൾ അവർ തല കുനിച്ചു. അവളോട് അവർ എന്തു പറയാനാണ്? പല്ലവിയുടെ ശാപം തന്റെ മകനെ ഒരിക്കലും വിട്ടൊഴിയില്ലെന്ന് ആ അച്ഛനും അമ്മയും വല്ലാതെ ഭയന്നിരുന്നു. അത്രയ്ക്കുണ്ടല്ലോ ചെയ്തു കൂട്ടിയതെല്ലാം. കുറ്റബോധത്തോടെ തന്നെയാണ് പല്ലവിയോട് അയാളുടെ അച്ഛൻ പറഞ്ഞത്, എന്റെ മകൻ, അവൻ മോളോട് ചെയ്തത് തെറ്റു തന്നെയായിരുന്നു. പക്ഷേ മോൾ അവന്റെ ഏറ്റവും ആദ്യത്തെ പ്രണയമായിരുന്നു. ഏറ്റവും നിഷ്കളങ്കമായിരുന്ന പ്രണയമായിരുന്നു. മോളുടെ സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, ബുദ്ധി ഇവയ്ക്കൊക്കെ മുൻപിൽ തോറ്റു പോകുമെന്ന് പേടിച്ചാകാം ഒരു പക്ഷേ എന്റെ മോൻ അന്ന് മോളെ അത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. മോളെ നഷ്ടപ്പെട്ടു പോയെന്ന് പേടിച്ചാകാം ആ സ്നേഹം പക വരേക്കും എത്തിയത്. പക്ഷേ എന്റെ മോൻ ഒരു പാവമായിരുന്നു മോളെ. മോൾക്കറിയാമോ, അവൻ ഒരിക്കൽ പോലും മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. പല്ലവിക്ക് പകരമായി ഒരു പെണ്ണിനെ പോലും കൂടെ കൂട്ടാൻ അവന് പറ്റില്ലായിരുന്നു. ഞങ്ങളൊക്കെ എത്ര നിർബന്ധിച്ചിട്ടും ഒരു വിവാഹം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. മോളോട് അവൻ ചെയ്ത പ്രവൃത്തിയിൽ അവന് കുറ്റബോധം കൂടി വന്നു. പതിയെ പതിയെ അവനൊരു വിഷാദ രോഗിയായി മാറി. മോളെ അവൻ നഷ്ടപ്പെടുത്തിയെന്ന നിരാശയും അവൻ ചെയ്ത പ്രവർത്തികളുടെ കുറ്റബോധവും കാരണം അവൻ ദീർഘകാലമായി കടുത്ത വിഷാദ രോഗിയായിരുന്നു. രോഗത്തിന് ചെറിയ കുറവുണ്ടായിരുന്നു 1-2 മാസം മുൻപ് വരേക്കും. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് 3 ദിവസം മുൻപ് അവൻ അങ്ങനെ അങ്ങ് ജീവൻ അവസാനിപ്പിച്ചത്. പല്ലവി അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവൾ ഒന്നും മിണ്ടാതെ വിശാലിനൊപ്പം ആ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വിശാലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അല്പം മാറി നിന്ന് വിശാൽ കാര്യമായി എന്തൊക്കെയോ അയാളോട് സംസാരിച്ചു. ശേഷം വിശാൽ ഫോൺ കട്ട് ചെയ്ത് പല്ലവിക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഗോവിന്ദിന്റെ മരണം അന്വേഷിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, SI വിനയ്. അവർക്കൊരു CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്ളാറ്റിന്റെ വരാന്തയിലെ CCTV ഫുട്ടേജ്. അതിൽ നമ്മൾ 2 പേർ നടന്നു പോകുന്നത് ഗോവിന്ദ് നോക്കി നിൽക്കുകയായിരുന്നു അത്രേ. അതിൽ പിന്നെയാണ് ഗോവിന്ദ് 14ാമത്തെ നിലയിലേക്ക് നടന്നു കയറിയത്. വിശാൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയേണ്ടി വന്നില്ല. പല്ലവിക്ക് എല്ലാം മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം തന്നെ കണ്ട കുറ്റബോധത്തിലാണ് ഗോവിന്ദ് ജീവൻ അവസാനിപ്പിച്ചതെന്ന് അവൾ മനസ്സിലാക്കി. വിഷാദത്തിന്റെ പീക്കിലാണ് ഗോവിന്ദ് അത് ചെയ്തതെന്നും അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. അവൾ അപ്പോൾ ഒന്ന് ശക്തമായി ഊർജ്ജശ്വാസം എടുത്തുകൊണ്ട് വിശാലിന്റെ നെഞ്ചിലേക്ക് വീണു. എന്തിനായിരുന്നു വിശാൽ ഇതെല്ലാം? ഉത്തരമില്ലാത്ത ആ ചോദ്യം അവൾ വെറുതെ ഒന്ന് ചോദിച്ചു. തകർച്ചകൾക്ക് വേണ്ടി മാത്രമായൊരു പ്രേമം അതവളെ വേദനിപ്പിച്ചു. പക്ഷേ അപ്പോൾ ആ വേദനയിലും അവൾക്കൊരു സമാധാനം മാത്രമുണ്ടായിരുന്നു. വിശാൽ എന്ന സുഹൃത്ത്. നാളെ നടാഷയ്ക്കപ്പുറം മറ്റൊരു പെൺകുട്ടി വന്നാൽ പോലും അയാളിൽ തനിക്കുണ്ടാകുമെന്ന് ഉറപ്പുള്ള സ്ഥാനം. അത് മാത്രമായിരുന്നു അവളിലെ അപ്പോഴത്തെ ഒരേ ഒരു സമാധാനം.